ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ചെമ്മീൻ കൊണ്ട് വെറൈറ്റി ആയ ഒരു റെസിപ്പി ചെയ്താലോ. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇത് 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇവ ആവശ്യത്തിന് എടുത്തു വെച്ചതാണ്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്. ഇതൊരല്പം കോൺഫ്ലോറാണ്. ഇത് റവയാണ്. ഇത് വറുത്ത റവയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുക്കാത്ത റവയും എടുക്കാം. ഇത് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചതാണ്. ഇതൊരല്പം വിനീഗർ. ഇത് മസാല മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള ഓയിലാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല മിക്സ് ചെയ്യാം. നമ്മളിവിടെ മസാലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാലപ്പൊടികളും വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും, പച്ചമുളകും, പിന്നെ വിനീഗറും, ഓയിലും, പിന്നെ ഒരല്പം കോൺഫ്ലോറും, ഇതെല്ലാം ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ മസാല മിക്സ് ചെയ്തത് ചെമ്മീനിൽ പുരട്ടി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ മുട്ട നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. മുട്ട ഇപ്പോൾ ഇവിടെ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അടുപ്പിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വയ്ക്കാം. എന്നിട്ട് അത് ചൂടാകുന്ന സമയത്ത് ഈ ചെമ്മീൻ മുട്ടയിൽ മുക്കി റവയിൽ തിരിച്ചിട്ട് വറുത്തു പോരാം. ഞാൻ ഈ റെസിപ്പി കഴിച്ചത് ഒരു പ്രാവശ്യം മുരുടേശ്വർ പോയിരുന്നു, ഒരു ട്രിപ്പ്. ആ സമയത്താണ്. അപ്പോൾ അവിടെ കഴിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞാനിപ്പോൾ അടുപ്പിൽ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഓയിലാണ് വേണ്ടത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ മുട്ടയിൽ മുക്കി റവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു വശം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീനിന് മറിച്ചിടാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ അതിനെ ഗാർണിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് പുറത്തൊക്കെ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും, ഉള്ളിലിങ്ങനെ ജ്യൂസി ആയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യലോ അല്ലേ.